വൻ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു. 7 എന്നുള്ളത് ഇപ്പോൾ 8 മരണം എന്ന ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. 8 മരണം സംഭവിച്ചിരിക്കുന്നു. മരണസംഖ്യ ഇനിയും ഉയരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കുഞ്ഞുങ്ങളടക്കം മരിച്ചിരിക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നു. ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങളിലേക്ക് രക്ഷാപ്രവർത്തകർ എത്തിച്ചേരാനായിട്ടില്ല. അവരങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നതേ ഉള്ളൂ. തകർന്നടിഞ്ഞ വീടുകളും ഗതിമാറി ഒഴുകുന്ന പുഴയും വൻതോതിൽ കുന്നുകൂടി കിടക്കുന്ന മരത്തടികളും ചെളിയും മാലിന്യങ്ങളും ഒക്കെയാണ് ഈ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിൽ നിന്നുള്ള ദൃശ്യം. സംഭവത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഓരോ നിമിഷവും പുറത്തു വരുന്നുണ്ട്. വല്ലാത്ത അവസ്ഥയാണ്. വല്ലാത്ത ഗൗരവതരമായ ദുരിതപൂർണമായ നിർഭാഗ്യകരമായ അവസ്ഥയിലാണ് വയനാട്ടിലെ ഈ മേഖലയിലെ ജനങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. നമുക്കൊക്കെ ഞെട്ടലുണ്ടാക്കുന്ന വലിയ വിഷമമുണ്ടാക്കുന്ന ദൃശ്യങ്ങളിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. സൈന്യത്തിന്റെ സഹായം തേടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇത് ഈ ചുരൽമലയിലെ ഉരുൾപൊട്ടലിലെ പ്രധാന പാലം പൂർണ്ണമായും ഒലിച്ചുപോയതാണ് ഏറ്റവും വലിയ തിരിച്ചടി. നിരവധി പേർ, ഒട്ടേറെ പേർ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. ആവശ്യമെങ്കിൽ സൈന്യത്തിന്റെ സഹായം തേടും. ബദൽ പാലം നിർമ്മിക്കാനും ഹെലികോപ്റ്ററിൽ ആളുകളെ ഒഴിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ചൂരൽമല പാലം തകർന്നു. NDRF സംഘം എത്തിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഈ സ്ഥലത്തേക്ക് എത്താൻ പറ്റുന്നില്ല. ഒരു നിശ്ചയവുമില്ലാത്ത, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രാദേശിക രക്ഷാപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ NDRFന്റെ 20 അംഗ സംഘമാണ് ഇപ്പോൾ ആദ്യഘട്ടമായി അവിടെ എത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. അവർ ചില കുടുംബങ്ങളെ ചില പ്രദേശങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. സാധ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. സൈന്യത്തിന്റെ സഹായം ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ടി സിദ്ദീഖ് MLA അടക്കം മുഖ്യമന്ത്രിയെ കണ്ട് മുഖ്യമന്ത്രിയോട് ഫോണിൽ സംസാരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പാലത്തിന് ബദൽ ക്രമീകരണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഹെലികോപ്റ്റർ ഇതിനകം വരും. 2 ഹെലികോപ്റ്റർ എത്തുമെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. എത്ര പേർ അപകടത്തിൽപ്പെട്ടു എന്നതിൽ ഒരു വ്യക്തതയില്ലാത്ത പശ്ചാത്തലമാണ്. മുണ്ടക്കൈ സ്കൂൾ ഒക്കെ പൂർണ്ണമായും, ആ പ്രദേശ സ്കൂള് പൂർണ്ണമായും ഇല്ലാതായ സ്ഥിതിയുണ്ട്. ഓരോ ഭാഗത്തു നിന്നും കരഞ്ഞ് നിലവിളിക്കുന്ന ആളുകളുടെ ഈ ജനപ്രതിനിധികളെ അടക്കം കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് രക്ഷിക്കണമെന്നാണ് ഈ ഒരുപാട് നിരവധി ആളുകൾ നമ്മളോടൊപ്പം നേരെ സംസാരിച്ച നൂറുദ്ദീൻ, അവിടുത്തെ പഞ്ചായത്ത് അംഗമടക്കം പൊട്ടിക്കരഞ്ഞാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഞങ്ങൾ രക്ഷിക്കണം എന്ന് തുടർച്ചയായി ആവശ്യപ്പെടുകയാണ്. നൂറുദ്ദീൻ നേരത്തെ ന്യൂസ് 8 സംസാരിച്ചിരുന്നു. അതിലേക്ക് വലിയ അപകടങ്ങളാണ്. ഞാനിവിടെ സ്പോട്ടിൽ ഉണ്ടായിരുന്നു. ഇപ്പോ ഏകദേശം ഒരു 100-200ഓളം വീട് പോയിട്ടുണ്ട്. എന്റെ ഒരു അറിവില് ഒരു 100-100 ആള് മരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നിൽക്കുന്ന ഈ ഒരു ഏരിയയില് ഒരു 100-200 ആള് ഞങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. റോഡില്ല, എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങൾ രക്ഷിക്കാനുള്ള മാർഗം നിങ്ങൾ എന്തൊക്കെ സോഴ്സ് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ചെയ്തു തരണം. ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ് ഞങ്ങള്. ഇപ്പോ വീട്ടിന്റെ ഉള്ളിൽ 2 കാല് പൊട്ടിയ കുട്ടികളുണ്ട്. അവരെ എടുത്തു കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. പക്ഷെ ഇങ്ങോട്ടേക്ക് ആർക്കും ഇതുവരെ വരാനും ഞങ്ങളെ കാണാനും പറ്റിയിട്ടില്ല. വലിയൊരു ദുരന്തമൊത്താണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം. ഞാനിവിടെ സ്പോട്ടിലാണ് ഉള്ളത്. എത്ര പേരുള്ള ഒരു സ്ഥലമാണത്? എത്ര പേര് താമസിച്ചിരുന്ന പ്രദേശമാണത്? ഏകദേശം എനിക്ക് തോന്നുന്നു ഈ മുണ്ടക്കായി, ചൂരൽമല എല്ലാം കൂടെ എനിക്ക് തോന്നുന്നു എല്ലാരും കൂടെ ആയിട്ട് ഒരു 1500 ആള് താമസിക്കുന്ന ഏരിയയാണ്. ആ പ്രദേശം ഇല്ലാതായോ? പൂർണ്ണമായി മുണ്ടക്കായി, ഈ ചൂരൽമല സ്കൂളിന്റെ ഏരിയ, അങ്ങനെ ഒരു ഏരിയ മൊത്തം ഇല്ലാതായി. പുത്തുമല ദുരന്തത്തിനെക്കാട്ടി വലിയ ദുരന്തമാണ്. നിങ്ങളിപ്പോ ചെയ്യേണ്ടത് ഇവിടെ ഒരുപാട് ജീവന് വേണ്ടി ഇതാക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് മാർഗം നിങ്ങൾ ചെയ്തു തരും. ഓക്കെ. നൂറുദ്ദീനാണ്, ചൂരൽമല വാർഡ് മെമ്പർ. അദ്ദേഹം പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി അത് വളരെ കൂടുതലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ട നിലയിലാണ്. രക്ഷാപ്രവർത്തകർക്ക് ആ മേഖലകളിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യമൊക്കെയുണ്ട്. അതീവ ഗുരുതരാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നൂറുദ്ദീൻ എന്ന വാർഡ് മെമ്പർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ 10,000-1500 ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് മുഴുവൻ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. അവിടെ അനവധി കുടുംബങ്ങൾ ഒറ്റപ്പെടുന്നു. ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നു. രക്ഷിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങോട്ടേക്ക് എത്താൻ ആർക്കും സാധിക്കുന്നില്ല. വായുസേനയുടെ ഹെലികോപ്റ്റർ അങ്ങോട്ട്, സാർ കേൾക്കുന്നുണ്ടോ സാർ? നൂറുദ്ദീൻ, ഈ ഒരു 2 ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് 7:30 പുറപ്പെടുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ചത്. ഹെലികോപ്റ്റർ വന്ന് എത്രയും പെട്ടെന്ന് രക്ഷിക്കണം സാർ. അവസ്ഥ വളരെ. താങ്കൾക്കൊപ്പം എത്ര പേരുണ്ടോ അപ്പൊ അവിടെ? എന്റെ കൂടെ ഒരു 100-200 പേരുണ്ട് സാർ. അവര് പാവങ്ങളെ രക്ഷിക്കണം നിങ്ങൾ. ഈ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെല്ലാം ഉണ്ടല്ലേ? സ്ത്രീകളും കുട്ടികളും ഇതായിട്ട് ഒരുപാട് ആളുകൾ വീടിന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. രക്ഷിക്കാൻ പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല. വെള്ളം കുത്തിയൊലിച്ച് വരികയാണ്. എന്താ അവിടുത്തെ അവസ്ഥ? അവിടുത്തെ അവസ്ഥ ഭീകരം തന്നെ. ഈ കേരളത്തിൽ ഇത്ര വലിയ ദുരന്തം ഉണ്ടായിട്ടുണ്ടാവില്ല.
ഇത് എത്ര മണിക്കാണ് ഇത് ഈ സംഭവിച്ചത്? ഇത് രാത്രി നടക്കുന്ന ശരിക്കും ഒരു 1:30 മണി മുതൽ സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ 2-2:30 മണിക്ക് വരണം. 3 പ്രാവശ്യമായിട്ടാണ് ഇത് പൊട്ടി വന്നിട്ടുള്ളത്. ഓ, ഈ ഒറ്റപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞ ഈ വീട്ടിന്റെ മുകളിലൊക്കെ ഇപ്പൊ ആളുകൾ എങ്ങനെയാ കയറി നിൽക്കുകയാണ്? എന്താ അവസ്ഥ? കുറെ ആളുകൾ കയറി നിൽക്കുന്നുണ്ട്, കുറെ ആളുകൾ വീടിന്റെ ഉള്ളിലാണുള്ളത്. അവരോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല അല്ലേ? ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്നു. 2 പേരെ ഇപ്പൊ എന്റെ കൂടുള്ളവര് അവിടെ നിന്ന് എടുത്തു കൊണ്ടുവരുന്നുണ്ട്. ഫസ്റ്റ് നേരം വെളുത്തപ്പോ പുറത്തിറങ്ങി എനിക്ക് എടുക്കാൻ പറ്റിയ അതാണ് സാഹചര്യം. ഏതായാലും വലിയ ദുരന്തമാണ് ആ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രധാന പ്രശ്നം ഈ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് എന്നുള്ളതാണ്. കാരണം അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. വലിയ ദുരന്ത മുഖത്താണ് വയനാട്ടിലെ ഈ മുണ്ടക്കൈ പോലെയുള്ള പ്രദേശമുള്ളത്. രക്ഷാപ്രവർത്തനം അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. പല പ്രദേശങ്ങളും പൂർണ്ണമായും ഒറ്റപ്പെട്ടു. വീടുകൾ മണ്ണിനടിയിൽ പോയി. കുത്തി എലിച്ചു വന്ന ചെളിയും മലവെള്ളവും മറ്റും വീടുകളെ പൂർണ്ണമായും മുക്കി എന്നുള്ളതാണ്. മുണ്ടക്കൈ സ്കൂൾ ഭാഗത്തെ വീടുകൾ ഏതാണ്ട് പൂർണ്ണമായും തകർന്നുപോയി. അനവധി വീടുകൾ വെള്ളത്തിൽ കെട്ടുകിടക്കുകയാണ്. ഒരുപാട് ആളുകൾ ഈ വീടുകളുടെ മുകളിൽ കയറി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എത്ര സമയം അവർക്ക് സുരക്ഷിതമായി ഇരിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിലൊക്കെ വല്ലാത്ത സംശയങ്ങളുണ്ട്. 2 മണിയോടെ വലിയ ശബ്ദത്തോടു കൂടിയാണ് ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നുള്ളതാണ്. ഏറെ ദുഃഖകരമായ നിമിഷങ്ങളാണ്. ഒരുപാട് ആളുകൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. കുഞ്ഞുങ്ങളും കുട്ടികളും പ്രായമായവരോടക്കം ഒരുപാട് ആളുകൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് നേവിയുടെ സംഘം ഹെലികോപ്റ്റർ അടക്കം ചെന്ന് ഈ പാവങ്ങളെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോകും. 7:30 മണിക്കാണ് സുലൂരിൽ നിന്ന് ഹെലികോപ്റ്റർ പുറപ്പെടുക എന്ന് ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഹെലികോപ്റ്റർ അല്ലാതെ മറ്റൊരു മാർഗവും അവിടെ ഇല്ല രക്ഷാപ്രവർത്തനത്തിന് എന്നാണ് രക്ഷാപ്രവർത്തകരും ഒപ്പം ഈ വാർഡ് മെമ്പറും അടക്കം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ശക്തമായ മലവെള്ളപ്പാച്ചിലാണ് ഇപ്പോഴും അവിടെ. അതുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുക പ്രയാസമാണ്. വായുമാർഗം മാത്രമാണ് എത്താൻ സാധിക്കുക എന്നുള്ളതാണ്. കൺട്രോൾ റൂം ഇതിനകം അവിടെ തുറന്നു കഴിഞ്ഞു. കൺട്രോൾ റൂം അവിടെ തുറന്നു. നിരവധി പേർ ഒറ്റപ്പെട്ടു. കൺട്രോൾ റൂം നമ്പർ അടക്കം ഇപ്പോൾ ലഭ്യമായ പശ്ചാത്തലമുണ്ട്. 1 മണിക്കാണ് ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്.